കോട്ടയം ജില്ലയിലെ പ്രസിദ്ധമായ പനച്ചിക്കാട് മഹാവിഷ്ണു മഹാസരസ്വതി ക്ഷേത്രം ദക്ഷിണ മൂകാംബിക എന്നും അറിയപ്പെടുന്നു. പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ മഹാവിഷ്ണുവാണ്. എങ്കിലും മൂകാംബിക സാന്നിധ്യമുള്ള മഹാസരസ്വതി ക്ഷേത്രമായാണ് ഇത് അറിയപ്പെടുന്നത്. ഉപദേവതകളായി ഗണപതി, ശിവൻ, അയ്യപ്പൻ, നാഗരാജാവായി അനന്തനും നാഗയക്ഷിയും നാഗചാമുണ്ടിയും നാഗകന്യകയും മറ്റു സർപ്പങ്ങളും, ബ്രഹ്മരക്ഷസ്, യക്ഷി ഇവയും അടങ്ങുന്നതാണ് പ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ക്ഷേത്ര ദർശനം. എങ്കിലും പടിഞ്ഞാറ് ഭാഗത്താണ് ക്ഷേത്ര കവാടമുള്ളത്. ക്ഷേത്രത്തിൽ കൊടിയേറി ഉത്സവമില്ലാത്തതിനാൽ കൊടിമരമില്ല. ക്ഷേത്രത്തിലെത്തുന്നവർ ആദ്യം മഹാവിഷ്ണുവിനെ തൊഴുതതിനു ശേഷം സരസ്വതി ദേവിയെ തൊഴണം. വിഷ്ണു ക്ഷേത്രത്തിൽ ശ്രീകോവിലും നാലമ്പലവുമുണ്ട്. 3 അടി ഉയരമുള്ള ചതുർബാഹുവായ ശിലാനിർമ്മിതമായ മഹാവിഷ്ണു വിഗ്രഹം കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. വിഷ്ണു ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്ത് ഒരൽപ്പം താഴെയായാണ് സരസ്വതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദീർഘചതുരാകൃതിയിൽ പണിതീർത്ത ഒരു കൊച്ചു കുളവും അതിനടുത്ത് ഒരു വള്ളിപ്പടർപ്പും കാണാം. ആ വള്ളിപ്പടർപ്പിനകത്ത് ഒരു പ്രത്യേക ദ്വാരത്തിലാണ് കിഴക്കോട്ട് ദർശനമായ ദേവിയുടെ മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ഇതിന് അഭിമുഖമായി കാണപ്പെടുന്ന അർച്ചനാബിംബത്തിലാണ് എല്ലാ പൂജകളും നിവേദ്യങ്ങളും നടത്തിപ്പോരുന്നത്. ഭക്തർക്ക് മുകളിൽ നിന്ന് തൊഴാൻ മാത്രമേ സൗകര്യമുള്ളൂ. ക്ഷേത്രത്തിലെ വള്ളിപ്പടർപ്പിലെ വള്ളികളിലൊന്ന് സരസ്വതി ലതയാണെന്ന് വിശ്വസിച്ചു വരുന്നു. വള്ളിപ്പടർപ്പിനകത്തുള്ള മൂലവിഗ്രഹത്തിന്റെ പാദങ്ങളിൽ നിന്ന് ഒരു തെളിനീരുറവ ഒഴുകി വരുന്നുണ്ട്. ഈ ജലമാണ് തൊട്ടുമുന്നിലുള്ള കുളത്തിലേക്ക് ഒഴുകിയെത്തുന്നത്. ദേവിയുടെ നടയ്ക്ക് നേരെ മുകളിൽ പടിഞ്ഞാറ് ഭാഗത്ത് ഇലഞ്ഞിയും ഏഴിലം പാലയും തീർത്ത തണലിലാണ് അത്യുഗ്രമൂർത്തികളായ യക്ഷിയുടെയും ബ്രഹ്മരക്ഷസിന്റെയും പ്രതിഷ്ഠകൾ. അത്യുഗ്രമൂർത്തിയായാണ് ഇവിടെ ശിവൻ. 1.5 അടി ഉയരമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. ശിവൻ ഉപദേവനായി വരുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം നവരാത്രിയോടനുബന്ധിച്ച് ഉള്ള മഹാസരസ്വതി പൂജയാണ്. വിജയദശമി നാളിൽ കുട്ടികളെ എഴുത്തിനിരുത്തുന്ന ചടങ്ങ് നടക്കുന്നു.